മുടിഞ്ഞു. കേരളം മുടിഞ്ഞു. ഇനി നന്നാകണമെങ്കിൽ ജാതിയും മതവും പാർട്ടിയും നോക്കാതെ ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തണം. ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ മുടിഞ്ഞു കയറണം. ഇത് ശരിയല്ല. എന്റെ മോനാന്ന് ഞാൻ സഹിക്കൂല. മുടിഞ്ഞു കയറണം. ഇത് ശരിയല്ല. എന്റെ മോനാന്ന് ഞാൻ സഹിക്കൂല. ആ ജുവനൈൽ ഹോമിൻ്റെ മുന്നേ നിന്ന് പ്രതികരിച്ചതിനെക്കാട്ടി കഷ്ടമാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് കാണാൻ പറ്റിയ അനുഭവം. ആ ഉമ്മ ഇപ്പോഴും കരഞ്ഞു. നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയാൻ പോകുന്നത് നമ്മുടെ വളർന്നു വരുന്ന തലമുറയുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് പറയുന്നതിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. എന്തെന്നാൽ പലരും വയലൻ്റ് ആവുന്ന ചില രംഗങ്ങൾ ഈ അടുത്ത സമയത്ത് നമ്മൾ കാണാനിടയായി. സ്കൂളിൽ അധ്യാപകനെ ഭീഷണിപ്പെടുത്തുന്നു. ഡി അഡിഷൻ സെൻ്ററിൽ നിന്ന് തിരിച്ചു വന്ന് സ്വന്തം ഉമ്മായെ പ്രസവിച്ച 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച ഉമ്മായെ വകവരുത്തുന്നു. തൊട്ടടുത്ത വീട്ടിൽ നിന്ന് കത്തി വാങ്ങി കൊണ്ടുവന്ന് വെട്ടി കൊലപ്പെടുത്തുന്നു. പോലീസ് ചോദിച്ചപ്പോൾ പറഞ്ഞ ഉത്തരം വളരെ വിചിത്രമായിരുന്നു. എനിക്ക് ജന്മം തന്നതിനാണ് ഈ ശിക്ഷ എന്നാണ് ആ പയ്യൻ പറഞ്ഞത്. അതുപോലെ വീട്ടിൽ ഒന്നും ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ 6-7 വർഷം അച്ഛനും അമ്മയും ഭയപ്പെട്ട് ജീവിച്ച ഒരു കാലഘട്ടം ഒരു തിരുവനന്തപുരം ജില്ലയിൽ തന്നെ അതും ഉണ്ടായിരുന്നു. അവരെയും വകവരുത്തി പിതാവിനെ അടിച്ചു കൊന്നു. അപ്പോൾ ഇന്ന് വയലൻ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമൂഹം അതിന് വഴിവെക്കുന്നതോ ലഹരി. ഈ ലഹരി എവിടെ നിന്ന് വരുന്നു, എങ്ങനെ വരുന്നു? ഇപ്പോൾ അടുത്ത സമയത്തായി നമ്മുടെ നാട്ടിൽ കോളേജിൽ ഒരു റാഗിങ് സംഭവം നടന്നു. ഒരു പയ്യനെ വളരെ മൃഗീയമായി കോമ്പസ് കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച് അവനെ പഠിക്കാൻ പറ്റാത്ത രീതിയിൽ കോളേജിൽ നിന്നും അവനെ വീട്ടിൽ കൊണ്ടുപോയ ഒരവസ്ഥ. ഈ പയ്യന്മാരുടെ ഇൻസ്റ്റാ ചെക്ക് കയറി നോക്കിയപ്പോൾ ആരും വലിയ സാമ്പത്തികമുള്ള പയ്യന്മാരല്ല. ഈ വളരെ സാമ്പത്തികമുള്ള പയ്യന്മാരൊന്നും അല്ല ഈ പയ്യന്മാർ. വളരെ സാധാരണ കുടുംബത്തിൽ നിന്ന് പഠിക്കുവാൻ വേണ്ടി, മെഡിസിൻ പഠിക്കുവാനാണ് ഈ പിള്ളേരെല്ലാം വന്നത്. അപ്പോൾ ഇവർ പഠിക്കുന്നത് മെഡിസിൻ ആണോ? ഇവർ മെഡിസിൻ പഠിച്ച് നാളെ സമൂഹത്തിന് ഇവർ എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഇവരുടെ മുമ്പിൽ ഒരു രോഗി വന്ന് എങ്ങനെ കിടക്കും? ഒരു രോഗി വന്നാൽ ഇവർ എങ്ങനെയാണ്? ഇപ്പോൾ ആലോചിക്കണം, ഡോക്ടർ പോലും ഈ MDMAക്ക്, ഡോക്ടറാവട്ടെ, നേഴ്സാവട്ടെ, സഹോദരിയാവട്ടെ, സഹോദരനാവട്ടെ, കുടുംബനാഥനാവട്ടെ, ആരുമാകട്ടെ, ഇപ്പോൾ ഈ MDMA എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ ഒരു ഈ മയക്കുമരുന്നിൽ അടിമപ്പെട്ടിരിക്കുകയാണ്. ഒരു തലമുറ മൊത്തത്തിൽ നശിച്ചു പോകുന്ന ഒരു രീതി ആണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇതിനെതിരെ സമൂഹം ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ ഒരു തലമുറ തന്നെ നശിച്ചു പോകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. എന്തെന്നാൽ ഇതിൽ അടിമപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇതിന് അടിമപ്പെട്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പയ്യൻ ഇതിനു മുമ്പ് റിപ്പോർട്ടർ ചാനലിന് അവന് ഒരു ഇന്റർവ്യൂ കൊടുത്തു. അവൻ പറഞ്ഞതാണ്, സഹോദരൻ, കുടുംബത്തിരിക്കുന്ന, അതായത് കുടുംബം നടത്തിക്കൊണ്ടു പോകുന്ന സ്ത്രീകൾ, അച്ഛനും അമ്മ, സുഹൃത്ത് ബന്ധത്തിൽ നിന്ന് തുടങ്ങുന്ന ഈ സംഭവം ഒരു തലമുറ തന്നെ നശിച്ചു പോകാൻ, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈ സംഭവം നമ്മുടെ നാട്ടിൽ ഉണ്ടായി. കാരണം എന്തെന്ന് വെച്ചാൽ ഈ ബിവറേജ് കോർപ്പറേഷൻ ഫ്രീ ആയിട്ട്, അതായത് ഔട്ട്ലെറ്റുകൾ എല്ലാ മുക്കിലും മൂലയിലും തുടങ്ങിയതോടുകൂടി സ്കൂളിൽ പഠിക്കുന്ന 8ലും 9ലും പഠിക്കുന്ന പയ്യന്മാർ ഇവിടെ ചെന്നിട്ട് ഈ ഔട്ട്ലെറ്റിൽ ചെന്ന് സാധനങ്ങൾ മേടിച്ച് ഏതെങ്കിലും ചെടിയുടെ ഇടയ്ക്ക്, അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലോ, അല്ലെങ്കിൽ ബാത്റൂമിലോ കയറി കുടിച്ചിട്ട് പോകുന്ന രംഗങ്ങൾ. മദ്യപിച്ചുകൊണ്ടാണ് കൊച്ചു പയ്യന്മാർ 8ലും 9ലും 10ലും ഒക്കെ പഠിക്കുന്ന പയ്യന്മാർ മദ്യപിച്ചുകൊണ്ടാണ് യവന്മാരെല്ലാം സ്കൂളുകളിൽ പോകുന്നത്. അപ്പോൾ അതുപോലെ അന്ന് ഈ പാൻ പരാഗം മറ്റു കാര്യങ്ങളും അതുമൊക്കെ തിന്ന് മണം വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട്, പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയും ചില പിള്ളേർ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു റെയിൽവേ ട്രാക്കിന് താഴെ ഈ വളർന്ന് നിൽക്കുന്ന പുല്ലിനിടയിൽ എന്തോ സംസാരം കേൾക്കുന്നു. ആരാണ് എന്താണെന്ന് ചെന്ന് നോക്കുമ്പോൾ ഉണ്ട് ഒരു 4-5 പയ്യന്മാർ നിൽക്കുന്നു. യവന്മാരുടെ കയ്യിൽ ഈ ബാറിൽ നിന്നല്ല, ഈ ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങിച്ച, ഈ ബിവറേജിൽ നിന്ന് വാങ്ങിച്ച സാധനം, കുപ്പി ബോട്ടിൽ വെള്ളവുമായി ഇവർ നിൽക്കുകയാണ്. പ്ലാസ്റ്റിക് കപ്പും വെള്ളവും ഈ സാധനവും.
നിന്നുകൊണ്ട് കുടിക്കുകയാണ്. അപ്പോൾ ഇതൊരു 6-7 വർഷത്തിന് മുമ്പ് ഞാൻ കണ്ട ഒരു സംഭവമാണ് ഈ പറയുന്നത്. അതുപോലെയാണ് ഇപ്പോൾ വളരെയധികം അതിക്രമിച്ചിരിക്കുന്നു. ഇതിനെ തീർത്തും നമ്മുടെ നാട്ടിൽ നിന്നും കെട്ടുകെട്ടിക്കണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. നേരത്തെ ആരോ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ സംഘടനകൾ, പല സംഘടനകൾ, പിന്നെ ഇതിൽ വലിയ കൈകളുണ്ട്. കാരണം ആരും അറിയാതെ ഈ സാധനം നടന്നു വരില്ല. ഒരുപാട് വലിയ വലിയ വൻ കൈകൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ചെയ്യേണ്ടത് സംഘടനകൾ, ചില ഈ പള്ളി, അമ്പലം, അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് സംഘടനകൾ, കുടുംബങ്ങൾ എല്ലാവരും ഒന്നിച്ചാൽ ഇതിനെ എന്നേക്കുമായി നമ്മുടെ നാട്ടിൽ നിന്നും കെട്ടുകെട്ടിക്കാം. ഇത് കെട്ടിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും നമ്മുടെ നാട് നശിക്കുക തന്നെ ചെയ്യും. അമേരിക്കയിലും മറ്റും സ്ഥലങ്ങളിലെല്ലാം കാണുന്നത് പോലെ നമ്മുടെ സംസ്ഥാനത്തും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഇന്ത്യയിൽ, അവിടെ ഈ ഡ്രഗ്സ് അടിക്കുന്നതിന് വേണ്ടിയിട്ട് അവരൊരു ഏരിയ തന്നെ വിട്ടുകൊടുത്തിട്ടുണ്ട്. അത് യൂട്യൂബിനകത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. ഒരു ഏരിയ, ഒരു പാലത്തിൻ്റെ കീഴ്, അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു സിറ്റി, അതിനു വേണ്ടി അവർ വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഡ്രഗ്സ് അടിച്ച് അവിടെ കിടക്കാം. ഈ കിടക്കുന്നതൊക്കെ കണ്ട മനുഷ്യക്കോലം പോലും അല്ലാത്ത ആൾക്കാരാണ് ഈ ഡ്രഗ്സ് അടിച്ചിട്ട് അവിടെ കിടക്കുന്നത്. കാരണം അത്രയധികം ഇത് അടിച്ച് ശരീരം മുഴുവനും മരവിച്ച് ഒരു ബോധവുമില്ല, ഒന്നുമില്ല. അവിടെ ഒരുപാട് വീഡിയോ, അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഡ്രഗ്സ് അടിക്കാൻ ഒരു ഏരിയ അവരങ്ങനെ അങ്ങ് വിട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അവിടെ പോലീസും പോകാറില്ല, ആരും പോകാറില്ല. കാരണം അവിടെ ഇത് തന്നെ. അപ്പം അങ്ങനെ ഒരു ഏരിയ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു ഭാഗം ഇവർക്ക് വേണ്ടി ഒഴിഞ്ഞിട്ട് കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നു ചേരുമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ കോളേജ് ക്യാമ്പസിൽ ഒരു പയ്യനെ, ഒരു സഹപാഠി, പഠിക്കുവാൻ വന്ന ഒരു സഹപാഠിയെ വളരെ മൃഗീയമായി ഉപദ്രവിച്ച ഈ പയ്യന്മാർ ഇപ്പോൾ ജയിലിലാണ്. യുവമാർക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല. തുടർ പഠനം സർക്കാർ നിരോധിച്ചു. കാരണം ഈ രീതിയിൽ ഡ്രഗ്സിന് അടിമപ്പെട്ട് യവന്മാർ ഈ റാഗിങ് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, കുറച്ച് കളിയാക്കലും കാര്യങ്ങളും, അത് ലോകത്ത് എല്ലായിടത്തും ഉള്ളത് തന്നെയാണ്. ഈ റാഗിങ് പരിപാടി എന്ന് പറഞ്ഞാൽ ലോകത്തെ എല്ലാ ക്യാമ്പസിലും എല്ലാവർക്കും പുതിയതായിട്ട് വരുന്ന സീനിയർ പയ്യന്മാർക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് അവർക്കൊരു രസം. ഇതിൽ നിന്ന് എന്ത് നേടാനാണ്? ഒന്നും നേടാനില്ല. അത് ഒരു ടൈം പാസ് എന്ന് കണ്ട് അതിനെ കളയുന്നതിന് പകരം അത് വളരെ ഗൗരവമായിട്ട് എടുക്കുക. പഠിക്കാൻ വരുന്ന കുട്ടികൾ, ഇവർക്ക് ഡ്രഗ്സ് വാങ്ങിക്കാൻ, മയക്കുമരുന്നുകൾ വാങ്ങാൻ പണം കൊടുക്കുക. അത് കൊടുത്തില്ല എങ്കിൽ അവരെ ഉപദ്രവിക്കുക. അത് കിട്ടിയില്ല എങ്കിൽ അതിനുവേണ്ടി മോഷണം നടത്തുക, പലരെയും കൊല്ലുക. അത് കഴിച്ച് അതിന് തീർത്തും പറയുന്ന എല്ലാവരും അതിനെക്കുറിച്ച് ഡോക്ടർമാർ പറയുന്നു, അതിൽ അകപ്പെട്ടവർ രക്ഷപ്പെട്ടു വന്ന് പറയുന്ന, ഒരു തവണ അതിൽ പെട്ടുപോയാൽ പിന്നെ അതിൽ നിന്ന് മോചനമില്ല. അപ്പോൾ എങ്ങനെയൊക്കെയോ ചിലർ രക്ഷപ്പെടുന്നു. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എങ്ങനെയൊക്കെയോ അവരെയൊക്കെ ഭാഗ്യങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ അവൻ്റെയൊക്കെ കുടുംബത്തിൻ്റെ ഭാഗ്യങ്ങൾ കൊണ്ട് അവർ രക്ഷപ്പെടുന്നു. ഈ പിള്ളേർ, ഈ 4-5 പിള്ളേർ ഈ സാധാരണക്കാരൻ്റെ വീട്ടിൽ നിന്നും പഠിക്കാൻ പോയ കുട്ടികളാണ്. ഈ ഇൻസ്റ്റേ കയറി നോക്കിയാൽ അറിയാം, അവരൊന്നും വലിയ പൈസക്കാരൊന്നുമല്ല. ഇങ്ങനെ പഠിക്കാൻ പോയ അവർ ഈ രീതിയിൽ സഹപാഠികളെ ഉപദ്രവിക്കുകയും ഇതിന് അടിമപ്പെടുകയും ചെയ്താൽ, ഇവർ പഠിച്ചിറങ്ങി ഈ ടെലസ്കോപ്പുമായി ഇവർ ഒരു ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് ചെന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഇവർ ഏത് രീതിയിലാണ് രോഗികളെ ശുശ്രൂഷിക്കുന്നത്? ഇതിൽ ആലോചിക്കണം. മലപ്പുറത്തൊരു പയ്യൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നേഴ്സ്, ഡോക്ടർ, സഹോദരൻ, അച്ഛൻ, അമ്മ, കുടുംബിനികൾ, അങ്ങനെ എല്ലാവരും ഇതിന് അടിമകളാണ്. അവൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ സാധനം എൻ്റെ കയ്യിലിരുന്നാൽ VIP ട്രീറ്റ്മെൻ്റ് ആണ് അവന്. എവിടെ വേണമെങ്കിലും കയറി ചെല്ലാം, എത്ര രൂപ വേണമെങ്കിലും കൊടുക്കും. അതാണ് അവസ്ഥ. അപ്പോൾ നമ്മുടെ രാജ്യം നശിക്കാതെ ഇരിക്കണമെങ്കിൽ എല്ലാവരും ഒന്ന് ചേർന്ന് ഈ ഡ്രഗ്സിനെതിരെ പോരാടണം.
അതിന് വീട്ടിൽ നിന്ന് തന്നെ ഓരോ വീട്ടിൽ നിന്നും തുടങ്ങണം എന്നാണ് എൻ്റെ അപേക്ഷ. അല്ലെങ്കിൽ സ്കൂൾ വഴി പിന്നെ സ്കൂളിൽ നിന്നും ഇതിന് ആരംഭിക്കാം. ഇതിനെതിരെ തീർത്തും ഒരു പ്രഖ്യാപനം തന്നെ ഉണ്ടാവണം. കാരണം ഇന്ന് ചെറിയ കുട്ടികൾ പോലും ഇതിന് അടിമകളാണ്. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് അതായത് നമ്മുടെ ഹാസ്യ സാമ്രാട്ടായ ജഗതി ശ്രീകുമാർ അഭിനയിച്ച ഒരു ചിത്രം, മോഹൻലാലിൻ്റെ സിനിമയിലാണ് അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു ചിത്രമാണത്. അതിൽ അന്ന് എങ്ങനെയാണോ ആ കഥ എഴുതിയതും അദ്ദേഹം അതിനെ അവതരിപ്പിച്ചതെന്നും ആ സിനിമ ആർക്കെങ്കിലും കണ്ട ഓർമ്മയില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണം. അത്രയധികം ആ രീതിയിൽ തന്നെയാണ് ഇന്നത്തെ ഈ ഡ്രഗ്സ് കച്ചവടങ്ങൾ. ചെറിയ കൊച്ചു കുട്ടികളെ പിടിച്ച് അവരിൽ ഏൽപ്പിച്ച് അവർ വഴി മറ്റുള്ള കുട്ടികളിൽ എത്തിക്കുക. അതായത് ആ സിനിമയിൽ ചാരായം കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ആ സിനിമ കണ്ടാൽ മതി. നരൻ എന്നാണ് ആ സിനിമയുടെ പേര്. ആ സിനിമയിൽ ജഗതി ശ്രീകുമാർ ചാരായം വിൽക്കുന്നത് എങ്ങനെയാണെന്ന്. അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ ഡ്രഗ്സ് മാഫിയ കുട്ടികളെ പിടിച്ച് അവരെ നശിപ്പിച്ച് ഒരച്ഛൻ പറയുന്ന കാര്യങ്ങൾ, പെൺകുട്ടി തൻ്റെ മകൾ ഇതിൽ പെട്ടുപോയത് എങ്ങനെയാണെന്ന് ചാനലിൽ വന്നിരുന്ന് പറയുന്നു. അദ്ദേഹം എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അറിയാൻ വയ്യ. തൻ്റെ മകൾ അതിൽ പെട്ടുപോയി. അതിനു മുമ്പ് മറ്റൊരു പെൺകുട്ടി പറഞ്ഞ് ഇതെല്ലാം ഇൻസ്റ്റ വഴിയാണ് പരിചയപ്പെടുന്നത്. യൗവന്മാരെ മറ്റു വിദേശ രാജ്യങ്ങളിൽ ചെയ്യുന്നത് പോലെ ഈ ഡ്രഗ്സിൽ പിടിക്കപ്പെടുന്ന വ്യക്തികൾ ഇത് ആരാണോ അവൻ്റെ കഴുത്ത് വെട്ടണമെന്നാണ്. കാരണം അവനൊരു തലമുറയെ നശിപ്പിക്കുകയാണ് ചെയ്യണത്, അല്ലേ? ഈ ഡ്രഗ്സ് എന്ന് പറയുന്ന സാധനം കൊടുത്ത് ഒരു തലമുറയെ ഈ ഭൂമിയിൽ നിന്നും ഇല്ലായ്മ ചെയ്യുകയാണ് ചെയ്യുന്നത്. അവർക്ക് പണമുണ്ടാക്കുവാൻ വളർന്നു വരുന്ന തലമുറയെ നശിപ്പിച്ച് നാരായണക്കല്ല് പിടുങ്ങുന്ന തരത്തിലേക്കാണ് ഈ വിഷയങ്ങളെല്ലാം പോകുന്നത്. തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൽ മറ്റു ചില ന്യൂസിൻ്റെ ഭാഗങ്ങൾ കൂടി ചേർക്കുകയാണ്. നിങ്ങൾ കണ്ട് ഇതിനെ വിലയിരുത്തുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കിടക്കുകയാണ്. 3 മക്കളുണ്ട്. ഒരു കുട്ടി മുലയൂട്ടുന്ന അമ്മയാണത്. 3 കുഞ്ഞുങ്ങളും പറക്കം വിട്ടിട്ടില്ല. അതുകൊണ്ട് എന്തായാലും ഈ കുടുംബത്തിന് ഒരു നീതി കിട്ടണം. ഈ കുട്ടികളെ ഇങ്ങനെ ജുവനൈൽ ഹോമിൽ വെച്ച് പരീക്ഷ എഴുതിപ്പിക്കുന്നത് ശരിയല്ല. അവർക്ക് വേണ്ടുന്ന കൗൺസിലിംഗ് കൊടുത്തിട്ടൊന്നും ഇത് ശരിയാകാൻ പോകുന്നില്ല. ശരിയായിട്ടുള്ള ശിക്ഷാ നടപടികൾ ഈ കുട്ടികൾക്ക് കിട്ടിയിരിക്കണം. ഈ വീട്ടിലെ ദുഃഖം വന്ന് കണ്ടറിഞ്ഞാലേ അറിയത്തുള്ളൂ. അതുകൊണ്ട് വേണമെന്ന് എന്തുവാണെന്ന് വെച്ചാൽ ഈ കുട്ടികളെ എന്തായാലും ജയിലിൽ വിടേണ്ട കുട്ടികളെയാണ് ജുവനൈൽ ഹോമിൽ ഇട്ട് തീറ്റിപ്പോറ്റുന്നത്, പരീക്ഷ എഴുതിപ്പിക്കുന്നത്. പണ്ട് കോപ്പി അടിച്ചാൽ കൂടെ 3 വർഷം കഴിഞ്ഞിട്ട് പിന്നെ എഴുതിക്കുമായിരുന്നു പരീക്ഷ. പണ്ടല്ല, ഇപ്പോഴും അങ്ങനെയാണ് ആ നിയമം. എന്ന വിപത്തിൽ ഗുരുതരമായ സാഹചര്യത്തിലേക്കാണ് പോകുന്നത് എന്ന കൃത്യമായ സൂചനയാണ് കാലം നൽകുന്നത്. 2 ദിവസത്തിനിടെ മലപ്പുറത്ത് MDMA-യുമായി ബന്ധപ്പെട്ട് 3 സംഭവങ്ങൾ. വിദഗ്ധമായാണ് ആവശ്യക്കാരെ കണ്ടെത്തിയത്. മറ്റൊന്ന് പെരിന്തൽമണ്ണയിൽ യുവതിയടക്കം 4 പേരെ MDMA-യുമായി പിടികൂടി. ആഡംബര ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്ന സംഘം. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായിട്ടായിരുന്നു പരിശോധന. വേങ്ങര ചെനക്കലിൽ രാസലഹരി കിട്ടാത്തതിന്റെ വിഭ്രാന്തിയിലാണ് മകൻ അമ്മയെയും സഹോദരിയെയും ക്രൂരമായി മർദ്ദിച്ചത്. ഹൃദയഭേദകമാണ് അവിടുത്തെ രംഗം. പ്രത്യേകിച്ച് ബാപ്പാൻ്റെ സംസാരം കേട്ട് നിൽക്കാൻ കഴിയുന്നില്ല. ഏതൊരമ്മയ്ക്കും കേട്ട് നിൽക്കാൻ കഴിയൂല. അത്രയ്ക്ക് പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ പോലും നമ്മൾ പ്രയാസപ്പെടുന്നുണ്ടല്ലോ. ഓരോ ന്യൂസ് കേൾക്കുമ്പോഴും കണ്ണീരോടല്ലാണ്ട് നമുക്ക് ഈ വിവരങ്ങളൊന്നും കേൾക്കാനും കാണാനും കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വിമൻ ജസ്റ്റിസിൻ്റെ പ്രവർത്തകർ ഇന്ന് വീട് സന്ദർശിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ എത്തിയതും. ഇത് എന്താ പറയുക, നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അത്രയ്ക്ക് ഹൃദയഭേദകമാണ് ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ. ഇത് മെഞ്ഞാന്ന് കേട്ടു, അതിനുശേഷം നമ്മൾ എത്ര ന്യൂസ് കേട്ടു. പക്ഷേ ഈ ഒരു സംഭവങ്ങൾ ഇപ്പം കലാലയങ്ങളിലാണ്, സ്കൂളുകളിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അധികവും മക്കൾ തമ്മിൽ എന്താ പറയുക, വെട്ടിക്കൊല്ല് തന്നെയാണ് ഇപ്പം നിരന്തരം. നമ്മൾ ഈ മാസത്തിൽ തന്നെ എത്രയോ കേസ് നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ഒരു സ്വബോധമുള്ള കുട്ടിയൊക്കെ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു സ്വബോധമുള്ള ഒരു കുട്ടിയും മറ്റൊരു ജീവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കൂല. അപ്പം അതിൻ്റെ പിന്നിൽ എന്തോ ഒരു സംഭവം ഉണ്ട് നമുക്കറിയാം. അത് ലഹരി തന്നെയാണ്. നാട്